നിത്യാകെ പകച്ചിരിക്കുകയായിരുന്നു. ആകാശ് പറഞ്ഞത് ആദ്യം അവൾക്ക് മനസ്സിലായില്ല. മനസ്സിലായപ്പോൾ അവൾ സമ്മതിക്കില്ലെന്ന മട്ടിൽ വിലങ്ങനെ തലയാട്ടി. അത് ആകാശ് കണ്ടില്ല. അവൻ അപ്പോഴേക്കും പോയിരുന്നു. സൂരജും ലക്ഷ്മിയും അങ്ങോട്ട് കടന്നു വന്നു. എൻ്റെ മോളുടെ ഭാഗ്യ ആകാശ് മോൻ, ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല അമ്മേ. ആകാശേട്ടന് വേറെ നല്ല പെൺകുട്ടിയെ കിട്ടും. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല, നിത്യ തറപ്പിച്ചു പറഞ്ഞു. കല്യാണത്തിനും സമ്മതമല്ല, എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു പുറത്തിറങ്ങാതെ ചടഞ്ഞുകൂടി റൂമിലിരിക്കുന്നു. നിന്റെ കാര്യം ആലോചിച്ച് ഞങ്ങൾക്കാണെങ്കിൽ സമാധാനവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടി മരിക്കാം. അതാ നല്ലത്, ലക്ഷ്മി പറഞ്ഞു. ഇവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. സമാധാനത്തോടെ ജോലി ചെയ്യാനും പറ്റുന്നില്ല. മരണം തന്നെയാ നല്ലത്. ആകാശിനോട് ഞാൻ പറഞ്ഞോളാം. കല്യാണത്തിന് ഇവൾക്ക് സമ്മതമല്ലെന്നും ഞങ്ങളെല്ലാവരും ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് സൂരജ് നെറ്റിത്തിരുമി. നിത്യ പൊട്ടിക്കരഞ്ഞു. ഞാൻ കാരണം നിങ്ങളെന്തിനാ മരിക്കുന്നത്? പിന്നെ നീയില്ലാതെ ഞങ്ങളെന്തിനാ ജീവിക്കുന്നത്? സൂരജ് ചോദിച്ചു. എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല അച്ഛാ. ഞാൻ കാരണം ആകാശേട്ടൻ്റെ തല കുനിയരുത്. അദ്ദേഹത്തിന് നാണക്കേടുണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ. അവൾ നിർത്തി. അതൊന്നും അവനൊരു പ്രശ്നവുമല്ല. ഞങ്ങളാരും അവനെ നിർബന്ധിച്ചില്ല. അവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാ. അവന് നിന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിച്ചോളാമെന്നും ലക്ഷ്മി പറഞ്ഞു. അത് ആകാശേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ടാ അമ്മേ. ആകാശേട്ടൻ പാവ. അവൾ പിന്നെയും കരഞ്ഞു. അപ്പോൾ അവനെ നീ നിരാശപ്പെടുത്താൻ പാടുണ്ടോ? അവൻ സന്തോഷത്തോടെയാ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ അവന് നീ നല്ലൊരു ജീവിതം കൊടുക്കുകയല്ലേ വേണ്ടത്? സൂരജ് ചോദിച്ചു. എനിക്ക് കഴിയില്ല. അവൾ പിന്നെയും കരഞ്ഞു. സൂരജിന് ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു. സുഖജീവിതവുമായി നല്ലൊരു ചെറുപ്പക്കാരൻ കൈനീട്ടി നിൽക്കുമ്പോൾ അവൾ അത് തട്ടിത്തെറിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് മരിക്കാം ഇപ്പോൾ തന്നെ. അത് ഇനി നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ. വിഷവും കയറും ഒന്നും വാങ്ങാൻ പോകാൻ എനിക്ക് വയ്യ. ലക്ഷ്മി, നിന്റെ സാരി എടുക്ക്. അത് മതി നമുക്ക് 3 പേർക്കും. സൂരജ് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. നിത്യ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വേണ്ട അച്ഛാ, ഞാൻ സമ്മതിക്കാം. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷേ കല്യാണത്തിന് ആരും ഉണ്ടാവരുത്. നമ്മൾ മാത്രം മതി. അത് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം. ഇത് തന്നെയാണ് ആകാശം പറഞ്ഞത്. നമ്മൾ മാത്രം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ട് പോരാമെന്ന്. എന്നാൽ ഇനി വൈകണ്ട. ഞാൻ ആകാശിനെ വിളിച്ചു പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ. സൂരജ് ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അയാൾ അപ്പോൾ തന്നെ അടുത്തുള്ള ജോത്സ്യൻ്റെ അടുത്ത് പോയി ദിവസം നോക്കിച്ചു. മറ്റന്നാൾ 10 മണിക്ക് ശേഷം നല്ല സമയമാണ്. വിവാഹത്തിനും പറ്റുമെന്ന് ജോത്സ്യൻ പറഞ്ഞു. സൂരജ് അത് തന്നെ ഉറപ്പിച്ചു. ആകാശിനെ വിളിച്ചു പറയുകയും ചെയ്തു. അവനും ആ ദിവസം തന്നെയായിരുന്നു മനസ്സിൽ കണ്ടത്. പിന്നെ അതിനനുസരിച്ച് അവൻ കാര്യങ്ങൾ നീക്കി. ആദിയോടും പാർവിനോടും മൂർത്തിയോടും യമുനയോടും പറഞ്ഞു. അവർ വരാമെന്ന് സമ്മതിച്ചു. മാലയും ബൊക്കയും ഒക്കെ അവൻ ഒഴിവാക്കിയിരുന്നു. കവിതയെ വിളിച്ചു ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞേൽപ്പിച്ചു. അവളത് സന്തോഷത്തോടെ ഏറ്റു. അതിനുള്ള സാധനങ്ങളും വാങ്ങിവെച്ചു. ആകാശ് ആദിയുടെ അടുത്ത് ചെന്നു. ആദി, കാറ് എടുക്കുകയാണേ. നിനക്കിപ്പോൾ പോകാനൊന്നും ഇല്ലല്ലോ. നീ എന്നോട് ചോദിച്ചിട്ടാണോ എന്നും എടുക്കാറ്? ആദി തിരിച്ചു ചോദിച്ചു. എടാ അതല്ല, അച്ഛനും അമ്മയും വരുന്നുണ്ട്. പക്ഷേ ട്രെയിനിൻ്റെ സമയം കുറച്ച് ലേറ്റാണെന്ന് തോന്നുന്നു. ആകാശ് വിശദമാക്കി. ഓക്കെ, നീ എടുത്തോ. എനിക്കിപ്പോൾ എങ്ങോട്ടും പോകാനില്ല. ആകാശ് കാറും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെത്തി. കാറിൽ വെച്ച് ആകാശിൻ്റെ അമ്മ മാലതി പറഞ്ഞു. എടാ അക്കു, എനിക്ക് മോളെ ഒന്ന് കാണണം. മറ്റന്നാൾ കാണാം. ആകാശിൻ്റെ അച്ഛൻ വിശ്വനാഥൻ കർക്കശ സ്വരത്തിൽ പറഞ്ഞു. അത് മതി അമ്മേ, അവൾക്ക് ഇനി വല്ലാതെ തോന്നണ്ട, ആകാശം പറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് അവർ വീട്ടിൽ തിരിച്ചെത്തി. ആദ്യ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കവിത ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഇനി പണികളൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ തന്നെ പാറും മൂർത്തിയും യമുനയും എത്തിച്ചേർന്നു. എല്ലാവരും മാലതിയെയും വിശ്വനാഥനെയും പരിചയപ്പെട്ടു. 10 മണിയോടെ പാറു ഓഫീസിലേക്ക് ഇറങ്ങി. ആദിയാണ് കൂടെ പോയത്. ആകാശിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആദിക്ക് നല്ലൊരു കുട്ടിയെ കിട്ടിയതിൽ സന്തോഷമുണ്ടായിരുന്നു. സൂരജും ലക്ഷ്മിയും അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ പോയി നിത്യയ്ക്ക് സിമ്പിളായ ഒരു സെറ്റ് സാരി വാങ്ങി. പിന്നെ ജ്വല്ലറിയിൽ പോയി 1 പവൻ്റെ ചെറിയ നെക്ലേസും 3 പവൻ്റെ ഒരു ഇടത്തരം മാലയും
5 പവൻ്റെ ഒരു വലിയ മാലയും വാങ്ങി. 5-6 വളകളും വാങ്ങി. അവളുടെ കൈ മെലിഞ്ഞതായതിനാൽ ചെറിയ വള മതി അവൾക്ക്. 2 മോതിരവും വാങ്ങി. പിന്നെ അവളുടെ പാദസരം മാറ്റി 4 പവൻ്റേതാക്കി. അത്യാവശ്യം വലിയ ജിമിക്കിയും വാങ്ങി. പിന്നെ ആകാശിനിടാനുള്ള മാല 4 പവൻ്റെ ഒരു വെറൈറ്റി മോഡൽ വാങ്ങി. 2 പവൻ്റെ ഒരു മോതിരവും അത് പേരെഴുതിച്ചു. ആകാശിൻ്റെ വിരലിൽ അളവറിയാത്തത് കൊണ്ട് സൂര്യൻ തൻ്റെ വിരലിൻ്റെ അളവിനാണ് എടുത്തത്. അക്കു, മാലതി വിളിച്ചു. എന്താമ്മേ? അവൻ റൂമിൽ നിന്നിറങ്ങി വന്നു. നാളത്തെ പരിപാടി എങ്ങനെയാ? രജിസ്റ്റർ ഓഫീസിൽ താലി കെട്ടുമോ? മാലതി ചോദിച്ചു. അങ്ങനെയാ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ താലി മാത്രം കെട്ടിയാൽ മതി. നാട്ടിൽ എത്തിയിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് സിന്ദൂരം ചാർത്താം. മാലയിടലും അവിടെ വെച്ച് മതി. നിന്റെ കല്യാണം അവിടെ വെച്ച് നടക്കാമെന്ന് ഞാൻ നേർന്നതാ. നിന്നെ ആ നശൂലം ഇട്ടേച്ചു പോയപ്പോൾ തന്നെ ഞാൻ നേർന്നതാ അത്. ആ, നീ അറിഞ്ഞോ? അതിന് അവളിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. അവളുടെ ഭർത്താവ് ഡിവോഴ്സിന് കൊടുത്തിരിക്കുക. അവളിപ്പോൾ സ്വന്തം വീട്ടിലാണ് താമസം. കല്യാണം കഴിഞ്ഞു 2 കൊല്ലമായെങ്കിലും കുട്ടികളൊന്നുമില്ല. ഇവളുടെ കുഴപ്പമാണെന്നാ അവളുടെ ഭർത്താവ് പറയുന്നത്. അമ്മേ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. ആ കാര്യം ഇവിടെ മിണ്ടരുത്. എനിക്കിഷ്ടമില്ല. ഞാനിപ്പോൾ അവളെ ഓർക്കാറുമില്ല. ആകാശ് പറഞ്ഞു. നിനക്കത് വേണം. ഇവൻ അങ്ങോട്ട് വരാത്തത് തന്നെ നീ ഇടയ്ക്കിടെ ഈ കാര്യം പറയുന്നത് കൊണ്ടാ. വിശ്വം പറഞ്ഞു. ഞാൻ സൂരജ് സാറിൻ്റെ നമ്പർ വിളിച്ചു തരാം. അമ്മ തന്നെ പറഞ്ഞു. അമ്പലത്തിൻ്റെ കാര്യം. അവൻ അപ്പോൾ തന്നെ ഫോണിൽ സൂരജിൻ്റെ നമ്പർ എടുത്തു കൊടുത്തു. ഹലോ ആകാശ്. ഞാനാ, അവൻ്റെ അമ്മ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മാലതി പറഞ്ഞു. പറഞ്ഞോളൂ. സൂരജ് അനുവാദം നൽകി. അതെ, അവൻ്റെ കല്യാണം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിരുന്നു. അവന് കല്യാണം ഉറപ്പിച്ച ഒരു കുട്ടി ഒളിച്ചോടി വേറെ കെട്ടി. അന്ന് നേർന്നതാ. അതുകൊണ്ട് നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒപ്പിട്ടാൽ മാത്രം പോരെ? അവിടെ നിന്ന് ഇവിടെ വന്നു കയറി ഫുഡും കഴിച്ച് നേരെ പാലക്കാട് പോകാം. മറ്റന്നാൾ രാവിലെ അമ്പലത്തിൽ വെച്ച് താലികെട്ട്. അതുപോരെ? മാലതി ചോദിച്ചു. ഓക്കെ, ഞങ്ങൾക്ക് സമ്മതമാണ്. സൂരജ് സമ്മതിച്ചു. മോളോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. ഏതായാലും നാളെ കാണുമല്ലോ. അതുകൊണ്ടാ അങ്ങോട്ട് വരാത്തത്. എന്നാൽ ശരി. മാലതി ഫോൺ വെച്ചു. തിരിഞ്ഞപ്പോൾ ആകാശുണ്ട് അവരെ തുറിച്ചു നോക്കുന്നു. അമ്മയോട് ആരാ ആ പെണ്ണ് ഇട്ടേച്ച് പോയ കാര്യമൊക്കെ സാറിനോട് പറയാൻ പറഞ്ഞത്? പിന്നെ ആ പെണ്ണ് പോയതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ സന്തോഷവുമാണ്. അവളെക്കാൾ നല്ലൊരു കുട്ടിയെയാ ഞാനിപ്പോൾ കെട്ടാൻ പോകുന്നത്. അത് അമ്മയ്ക്ക് നാളെ മനസ്സിലാവും. ലക്ഷ്മി സെറ്റ് സാരിയും ബ്ലൗസും അവിടെ അടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ തയ്ക്കാൻ കൊടുത്തു. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് തരണമെന്നും പറഞ്ഞു. അവർ വന്നു. നിത്യയുടെ അളവെടുത്തു പോയി. ബ്ലൗസ് പെട്ടെന്ന് തന്നെ അവർ തയ്ച്ചു കൊണ്ടുവന്നു. ആ ചേച്ചിക്ക് നിത്യയെ വളരെ ഇഷ്ടമായിരുന്നു. പേര് കേട്ട മേലോത്ത് തറവാട്ടിലെ ഒരേ ഒരു അനന്തരാവകാശിക്ക് ഈ അവസ്ഥ വന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കല്യാണ ദിവസം രാവിലെ തന്നെ ആകാശ് കുളിച്ച് റോയൽ ബ്ലൂ ഷർട്ടും നീലക്കരമുണ്ടും ധരിച്ചു. മുടിയും കട്ടിമീശയും ചീകി വെച്ചു. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരു വലിയ ബാഗിൽ എടുത്തു വെച്ചു. ഇനി ഒരു മാസം അവിടെയായിരിക്കും. ആദിയും പാറുവും അങ്ങോട്ട് വന്നു. പിന്നെ പാറു ഒരു ബ്രേസ്ലെറ്റ് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. മൂർത്തി കൊടുത്ത മോതിരം യമുന ആകാശിൻ്റെ വിരലിലിട്ട് കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിരുന്നു. ആദിയുടെ കാറിലാണ് ആകാശ് കയറിയത്. അച്ഛനും അമ്മയും പിന്നിൽ കയറി. പാറുവും മൂർത്തിയും യമുനയും അവരുടെ കാറിൽ കയറി. എല്ലാവരും രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു. നിത്യയെ ഒരുക്കിയത് ലക്ഷ്മിയാണ്. സെറ്റ് സാരി ഭംഗിയായി ഉടുപ്പിച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ട അമ്മേ. ലക്ഷ്മി പക്ഷേ അതൊന്നും കേട്ടില്ല. അവളുടെ ചെറിയ കമ്മൽ മാറ്റി വലിയ ജിമിക്കിട്ടു. ചെറിയ ഒരു നെക്ലേസ് ഇട്ടുകൊടുത്തു. 2 കൈയിലും 2 വളകൾ വീതം. കാലിൽ പാദസരവും നിർബന്ധിച്ച് കൊടുത്തു. പിന്നെ പാലക്കാട് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. കൂടെ നിത്യയുടെ ബാക്കിയുള്ള ആഭരണങ്ങളും അവളുടെ കുറച്ച് ഡ്രസ്സും പുസ്തകങ്ങളും. സൂരജ് പാക്ക് ചെയ്ത ബാഗുകൾ ഡിക്കിയിൽ എടുത്തു വെച്ചു. ആദിയുടെ കാർ രജിസ്റ്റർ ഓഫീസിലെത്തി. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. 10 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ സൂരജിൻ്റെ പോർഷെ കാർ അവിടെ ബ്രേക്കിട്ടു. ആദ്യം തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന്
രശ്മി ഇറങ്ങി. പിന്നെ ബാക്ക് ഡോർ തുറന്നു നിത്യയെ ഇറക്കി. സൂര്യനും കാറിൽ നിന്നിറങ്ങി. കാർ ലോക്ക് ചെയ്തു. എല്ലാവരും നിത്യയെ തന്നെ നോക്കുകയായിരുന്നു. അധികം ഒരുക്കമില്ലെങ്കിലും ഒരു രാജകുമാരിയെപ്പോലെ സുന്ദരി തന്നെയായിരുന്നു അവൾ. കൊച്ചുകുട്ടിയെപ്പോലെ തോന്നിച്ചു. പിൻഭാഗം നിറഞ്ഞു കിടക്കുന്ന മുട്ടോളം എത്തുന്ന മുടിയായിരുന്നു അവളുടെ ഭംഗി ഇരട്ടിയാക്കിയത്. ഓ, എൻ്റെ മരുമോളെ കാണാൻ എന്ത് ഭംഗിയാടാ! മാലതി ആകാശിനെ തോണ്ടി. അവൻ നിറഞ്ഞു ചിരിച്ചു. തൻ്റെ പെണ്ണ്. അവളിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. എല്ലാവരും രജിസ്റ്റർ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി. സൂരജ് വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ എല്ലാം റെഡിയായിരുന്നു. മാരേജ് രജിസ്റ്റർ ബുക്കിൽ ആകാശും നിത്യയും ഒപ്പുവെച്ചു. സാക്ഷികളായി സൂരജും ലക്ഷ്മിയും ആദിയും പാറുവും ഒപ്പിട്ടു. മറ്റു ചടങ്ങുകളൊക്കെ നാളെ ആയതിനാൽ അവർ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് എല്ലാവരും ആദിയും ആകാശും താമസിക്കുന്ന വീട്ടിലെത്തി. മാലതി നിത്യയെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. അവൾ വലതുകാൽ വെച്ച് അകത്ത് കയറി. 12 മണിയോടെ കവിത ഉണ്ടാക്കിയ സദ്യയും കഴിച്ചു അവർ പാലക്കാട്ടേക്ക് പോകാനിറങ്ങി. അപ്പോഴേക്കും ആകാശ് ഏൽപ്പിച്ച ടാക്സി എത്തി. സൂരജിൻ്റെ കാറിൽ അയാളും ലക്ഷ്മിയും വിശ്വനും മാത്രമായിരുന്നു. ടാക്സിയിൽ മുന്നിൽ പത്മാവതി കയറി. പിന്നിൽ ആകാശും നിത്യയും കയറി. അവരെ യാത്രയാക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ അവർ പാലക്കാട് ആകാശിൻ്റെ 4 കെട്ട് വീടായ ആരാമത്ത് തറവാട്ടിലെത്തി. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുക്കി പണിത തറവാടായിരുന്നു അത്. അവിടെ ആകാശിൻ്റെ കുടുംബക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. മാലതി ആദ്യം തന്നെ അകത്തേക്ക് പോയി. വല്യമ്മ തയ്യാറാക്കി വെച്ച താലമെടുത്തു. മാലതിയും നിലവിളക്കെടുത്തു. വല്യമ്മയും ഇറങ്ങി വന്നു. ആകാശിനെയും നിത്യയെയും ചേർത്ത് നിർത്തി. മാലതി ആദ്യം താലമൊഴിഞ്ഞു. അതിനുശേഷം വല്യമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി നിത്യയുടെ കയ്യിൽ കൊടുത്തു. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് വലതുകാൽ വെച്ചു കയറി വാ മോളെ, മാലതി പറഞ്ഞു. അവൾ അനുസരിച്ചു. അങ്ങനെ അവൾ ആരാമത്ത് തറവാട്ടിലെ മരുമകളായി. മാലതി പൂജാമുറി കാണിച്ചു കൊടുത്തു. നിത്യ അവിടെ നിലവിളക്ക് വെച്ചു മനമുരുകി പ്രാർത്ഥിച്ചു. അവൾ കണ്ണു തുറക്കുമ്പോൾ അരികിൽ ആകാശമുണ്ടായിരുന്നു. മാലതി അവളെയും കൊണ്ട് മുകളിൽ ആകാശിൻ്റെ റൂമിലേക്ക് പോയി. അവൾക്ക് വേണ്ടി തലേന്ന് വാങ്ങിവെച്ച ഡ്രസ്സ് അടങ്ങിയ ബാഗ് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒരു ചുരിദാറും എടുത്തു കൊടുത്തു. മോള് പോയി കുളിച്ചു വാ, യാത്രാക്ഷീണമൊക്കെ മാറട്ടെ, അപ്പോഴേക്കും അമ്മ ചായ തരാം. അതാണ് ബാത്റൂം. മാലതി പുറത്തേക്ക് ഇറങ്ങി. താഴെയുള്ള ഒരു റൂം മാലതി സൂരജിനും ലക്ഷ്മിക്കും കൊടുത്തു. അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു. അവരും വേഗം ഫ്രഷായി ഇറങ്ങി. മാലതിയും മറ്റുള്ളവരും ചായക്കുള്ള പണി നോക്കി. സ്റ്റോർ റൂമിൽ നിന്ന് പഴമെടുത്ത് പഴംപൊരിയും ഉണ്ടാക്കി. വിശ്വൻ അപ്പോഴേക്കും കുളിച്ച് ഡ്രസ്സ് മാറ്റി വന്നു. പിന്നെ സൂരജുമായി സംസാരിക്കാൻ വേണ്ടി പുറത്തുള്ള തുളസി ചെടികൾക്കിടയിലിട്ട ബെഞ്ചിൽ പോയി ഇരുന്നു. അവിടുത്തെ കാറ്റിന് തുളസിയുടെ മണമായിരുന്നു. സൂരജ് സംസാരിച്ചു തുടങ്ങി. അത് മോൾക്ക് ഉണ്ടായ പ്രശ്നം അറിയാലോ. സൂരജ് തുടങ്ങിയപ്പോൾ തന്നെ വിശ്വൻ തടഞ്ഞു. അത് കഴിഞ്ഞു. മോളുടെ തെറ്റുമല്ല. ഇനി ആ കാര്യം പറയണ്ട. പിന്നെ ഇനി ആകാശം ആദ്യം നോക്കിക്കോളും. അവർ നിങ്ങൾ കരുതുന്ന ആൾക്കാരല്ല. അവരെ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിയമം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചേക്കണം. തൻ്റെ ഭാര്യയെയും പെങ്ങളെയും തൊട്ടവർ ഇനി അധികം ജീവിക്കില്ല. അത് ഞാൻ ഉറപ്പു തരാം. ആദിയും ആകാശം ആ 2 എണ്ണവും ജന്മം വേറെയാ, വിശ്വൻ പറഞ്ഞു നിർത്തി. സൂരജ് സന്തോഷത്തോടെ കണ്ണു തുടച്ചു. നിത്യ റൂമാകെ ഒന്ന് നോക്കി. വലിയൊരു റൂമായിരുന്നു ആകാശിൻ്റേത്. 3 ഭാഗത്തും വലിയ ജനാല ഉണ്ടായിരുന്നു. വെള്ള കർട്ടനും. അവൾ ജാലകവിരി മാറ്റി വെച്ചു. റൂമിലേക്ക് പകൽ പോലെ വെളിച്ചമെത്തി. തൻ്റെ ആഭരണങ്ങൾ അഴിച്ചു കട്ടിലിൽ വെച്ചു. സെറ്റ് സാരിയും അഴിച്ചു മടക്കി വെച്ചു. പിന്നെ സ്കർട്ടും ബ്ലൗസും ഇട്ട് മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അത് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ബാത്ത് ടബിൽ വെള്ളം നിറച്ചു വച്ചിരുന്നു. അവൾ ഷവർ ഓൺ ചെയ്തു. അതിനിടയിൽ നിന്നു തലയിലൂടെ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങി. കണ്ണടച്ചുകൊണ്ട് താൻ എത്തി നിൽക്കുന്ന ദിവസത്തെപ്പറ്റി ആലോചിച്ചു. അവൾക്ക് എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. സമയം കടന്നുപോയി. ഡോറിൽ തട്ട് കേട്ടാണ് അവൾ കുളി നിർത്തിയത്. വേഗം തല തോർത്തി ഡ്രസ്സ് മാറ്റി അവൾ ഡോർ തുറന്നു. അവിടെ ആകാശമുണ്ടായിരുന്നു. എന്തൊരു കുളിയാടോ ഇത്! എത്ര നേരമായി ഞാൻ വന്നിട്ട്. നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ. ഞാൻ വന്നിട്ട് മതിയെങ്കിൽ നിൽക്ക്, ഞാൻ വേഗം കുളിച്ചു വരാം.
നമുക്കൊന്ന് പുറത്തു പോകണം. ഓക്കെ? ആകാശേട്ടൻ വന്നോളൂ, ഒന്നിച്ചു പോകാം, അവൾ പറഞ്ഞു. അവളുടെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റ് വീണുകൊണ്ടിരുന്നു. ആകാശ് അവളെ പിടിച്ചു അടുത്തു നിർത്തി. തൻ്റെ കയ്യിലുള്ള തോർത്തുകൊണ്ട് അവളുടെ തലമുടി നല്ലോണം തോർത്തി കൊടുത്തു. അവൾ കുതറിയെങ്കിലും ആകാശ് അവളെ ലോക്ക് ചെയ്തു വെച്ചു. പിന്നെ അവൾ അടങ്ങി നിന്നു. ആകാശ് വേറൊരു വെള്ള തോർത്ത് അലമാരയിൽ നിന്നെടുത്ത് അവളുടെ മുടി ചുറ്റിക്കെട്ടിവെച്ചു. ചെറിയ തോർത്തായതിനാൽ മുടി പകുതിയും പുറത്തായിരുന്നു. ഇന്ന് പുറത്തു പോകുമ്പോൾ വലിയ തോർത്ത് വാങ്ങാം, അവൻ പറഞ്ഞു. പിന്നെ സിന്ദൂരം വാങ്ങണം, അവൾ പറഞ്ഞു. അത് മറന്നതല്ലടി, നാളെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മുടെ ശരിക്കുള്ള കല്യാണം. ഇന്ന് രജിസ്റ്റർ ചെയ്തുവെന്ന് മാത്രം. അമ്പലത്തിലെ ചടങ്ങ് അമ്മയുടെ നേർച്ചയാ, അവൻ പറഞ്ഞു. എന്നിട്ടേ നമ്മൾ ഒന്നിച്ച് ജീവിതം തുടങ്ങൂ. ഓക്കെ? അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ മാത്രം, അവൻ പറഞ്ഞു. അവൾ ചമ്മലോടെ മൂളി. എന്നാ ഇങ്ങനെ നിൽക്കാതെ ഇവിടെ ഇരിക്ക്, ഞാൻ വേഗം കുളിച്ചു വരാം, പറഞ്ഞുകൊണ്ട് അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി അവൻ തോർത്തുമായി ബാത്റൂമിലേക്ക് നടന്നു. അവൾ റൂമാകെ ഒന്ന് കണ്ണോടിച്ചു. ഒരു ഭാഗത്ത് വാർഡ്രോബ് ഉണ്ടായിരുന്നു. അതിനോട് തൊട്ട് ഒരു ഗ്ലാസ് ഡോർ ഉള്ള ഒരു ചെറിയ അലമാരയും മറുഭാഗത്ത് ഒരു ചെറിയ ടേബിളും ഒരു സെറ്റിയും. ഒരു വശത്ത് വലിയ കണ്ണാടിയോട് കൂടിയ ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ തട്ടുകളിൽ പലതരം വിലകൂടിയ പെർഫ്യൂം ബോട്ടിലുകൾ. താൻ ഇരിക്കുന്നത് തന്നെ വലിയ കിങ് സൈസ് ബെഡിലാണ്.